ഹായ്, ഗുഡ് ഈവനിങ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ കഴിഞ്ഞ വീക്കിലുള്ള സെക്ഷൻ? നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണം. അതേപോലെ തന്നെ എല്ലാവരും നല്ലൊരു പ്രോഫിറ്റ് മാർക്കറ്റിൽ എടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയാട്ടോ, നിങ്ങൾ എന്താണ് പ്രോഫിറ്റ് ആണോ, നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂസ്, ഇനി ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ടോപ്പിക്കും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് കമന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീക്സിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാം. സോ ലെസൺ നമുക്ക് എല്ലാ ദിവസത്തിലും മാർക്കറ്റിൽ എന്താ പ്രോപ്പർ ലെസൺസ് ഉണ്ടായിരുന്നു അല്ലെ. SMC ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് സെറ്റപ്സ് ഉണ്ടായിരുന്നു, ഹയർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു, കോർഡിനേഷൻ അല്ലെ, ബാങ്ക് നിഫ്റ്റി അതേപോലെ ഫ്യൂച്ചർ കോർഡിനേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലിയൊരു കാര്യം തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ല രീതിയിലുള്ള ഒരു കൺഫർമേഷൻസ് നമുക്ക് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ സ്റ്റോക്സിനെ കൂടി അതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. സോ നമ്മളുടെ കൺഫർമേഷൻസ് എന്ത് ചെയ്യണം, കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു നല്ല പ്ലാനിലേക്ക് എക്സിക്യൂഷൻ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിനെ കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സെക്ഷൻസ് ആണ് നമുക്ക് ഈ വരുന്ന വീക്സിൽ വരിക. സോ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കറന്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഓപ്ഷൻ ബൈയിങ് ആണ് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ലോസ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ആൾ തന്നെ. സോ ആ ഒരു ലോസിന് ശേഷം നമ്മൾ പ്രോഫിറ്റബിളിലേക്ക് വരുന്ന ടൈം ഉണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, അങ്ങോട്ട് എത്താനായിട്ട് ലേറ്റ് ആവും. ഞാൻ പറയുന്നത് അങ്ങോട്ട് എത്താൻ നമുക്ക് പറ്റും, ലേറ്റ് ആയിട്ടായിരിക്കും എത്തുക. സോ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് തന്നെ ചെയ്യാം. നാളെ തന്നെ എമൗണ്ട് എടുത്തിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാവണം, ട്രേഡ് പ്ലാനിൽ മാത്രം എൻട്രി എടുക്കണം, അവിടെ പ്രോപ്പർ റിസ്ക് ഉണ്ടാവണം, റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു സെറ്റപ്പിലേക്ക് വരാൻ, പക്ക ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് വരാനായിട്ട്. സോ അതിലേക്ക് എല്ലാവരും എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, പ്രോപ്പറായിട്ട് പഠിക്കുക. ഫണ്ട് ഉണ്ട്, സോ അതിനൊക്കെ ക്യാപിറ്റൽ മാനേജ് ചെയ്യാനൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട്. സോ നമ്മളുടെ ഈ ഒരു വീക്കിലി നമ്മളുടെ നെറ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ കാണിക്കണം അല്ലെ, ഡെയിലി ഔട്ട്പുട്ട് എന്താണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നെറ്റ് PNL എന്താണെന്നുള്ളത് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ ഓരോ ദിവസത്തെ ട്രേഡ്സ് കാര്യങ്ങൾ ബേസ് ചെയ്ത് ക്രോസ് ചെയ്യും. എന്തിനാണ് ഞാൻ ഈ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാം, പ്രോപ്പറായിട്ട് റിസ്കിനെ മാനേജ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഓപ്ഷൻ ബൈങ്. സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ എല്ലാവരും അത് നെക്സ്റ്റ് വീക്കിലേക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യമില്ല, ഇമോഷൻസ് ഒക്കെയാണ്, അതൊക്കെ കയ്യിലേക്ക് വരാൻ ടൈം എടുക്കും. പക്ഷെ ഇത് മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ കുറെ ലോസസ് എല്ലാവരും ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി, നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്തവരാണെങ്കിൽ മനസ്സിലാക്കുക, റിസ്ക് മാനേജ് ചെയ്യണം. പിന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാം, റിസ്ക് മാനേജ്മെന്റും ക്യാപിറ്റൽ മാനേജ്മെന്റും. സോ ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ടൊരു വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സോ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ തരാതിരിക്കുന്ന അപ്ലോഡ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സോ കഴിഞ്ഞ വീക്കിൽ അല്ലെ അടിപൊളി വീക്കായിരുന്നു. അപ്പൊ നമ്മൾ ഈ വീക്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ കോർഡിനേഷൻ, ബാങ്ക് നിഫ്റ്റി കോർഡിനേഷൻ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീക്കിൽ നമ്മൾ സ്റ്റോക്സിനെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മുടെ കൺഫർമേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോക്ക് കൂടെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ പ്ലാൻസ് കൂടി എടുക്കാം. സോ വീക്കിലി ഹയർ ടൈം ഫ്രെയിം പ്ലാൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എങ്ങനെയാണ് അവിടെ നമുക്ക് സ്വിംഗ് ട്രേഡുകൾക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ സ്വിംഗ് ഒക്കെ നിങ്ങൾ എവിടെ പ്ലാൻ ചെയ്യണം, കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ സൈഡ് ഡയറക്ഷൻ ആണ് വന്നിട്ടുള്ളത് അല്ലെ, വീക്കിലി നോക്കിയാലും ഡെയിലി നോക്കിയാലും. സോ മാർക്കറ്റ് ഏറ്റവും നല്ല ഡൗണിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്കിൽ എങ്ങനെ ഒരു ഷോർട്ട് ടൈം ചെറിയൊരു ടൈം പീരീഡിലേക്ക് നമുക്കൊരു സ്വിംഗ് ട്രേഡ്സ് ഒക്കെ എങ്ങനെ നോക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ കറണ്ട്ലി ഈ ഒരു വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് റിജക്ഷൻ ക്യാൻഡിലാണ് നമുക്ക് കാണാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ ഒപ്പം അതിന് മുമ്പത്തെ വീക്കിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൈറ്റിംഗ് ക്യാൻഡിലാണ് കാണാൻ പറ്റുക. കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ബയേഴ്സ് വന്നു, പക്ഷേ സെല്ലേഴ്സിൻ്റെ ഫൈറ്റും കൂടെ വെച്ച് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള താഴെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂഷൻ സെൽ ഓഫ് ആണ് മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, വീക്കിലി നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക? സോ ഇവിടെ മുതൽ മാർക്കറ്റ് എന്താണ്, ഇവിടെ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റോട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ എല്ലായിടത്തും മാർക്കറ്റ് പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എല്ലാം തന്ന് പ്രോപ്പർ സ്ട്രക്ചറിൽ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു അപ്സൈഡ് മൊമെൻറ്റം മാർക്കറ്റ് ഇപ്പോൾ തന്നിട്ടുള്ളത് അല്ലേ. സോ ഇനി മാർക്കറ്റ് കറണ്ട് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യെസ്,
നമുക്കിപ്പോൾ ഒരു ബിഗ് പിക്ചറിലാണ് നമ്മളുള്ളത്. നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് എന്ത് ചെയ്യണം, ഒരു കൺഫർമേഷൻസ് ഇല്ലെങ്കിൽ എന്താണ് അടുത്തൊരു പ്ലാൻ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. കണ്ടോ, ഇപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് അല്ല ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം കാര്യങ്ങളും ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്തും ഇംബാലൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ല. ഇവിടെ ചെറിയ രീതിയിൽ ഇവിടെ നിന്ന് നല്ല ഇമ്പൾസീവായിട്ട് പോയി. പിന്നെ താഴേക്കൊരു മൊമെൻറ്റം വന്നിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ളൊരു സ്ട്രെങ്ത്ത് മാർക്കറ്റിന് കറൻ്റ്ലി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. സ്ട്രെങ്ത്ത് ഇല്ലാതെയാണ് മാർക്കറ്റ് മേളിലേക്ക് പോയിട്ടുള്ളത്. കണ്ടോ, നേരത്തെ മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് റാലി ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇവിടെ നിന്ന് വരെ ആ ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നു അല്ല. ഈ ഒരു ബൈയിങ് സോണിൽ നിന്ന് വരെ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അഗ്രഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിന് ശേഷം മാർക്കറ്റിൽ എന്തില്ല, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് പിന്നെ റിയാക്ട് ചെയ്ത് മാർക്കറ്റിന് മേളിലേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് മാർക്കറ്റിന് ഇല്ലയെന്ന് കാണാം. സോ ലാസ്റ്റ് ഒരു ബൈയിങ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സോണിൽ നിന്നാണ് ലാസ്റ്റ് ഒരു ബൈയിങ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. മനസ്സിലായോ? സോ മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഫസ്റ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് ഇവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, യെസ്, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ കറൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബൈയിങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു സോണിനെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ള ഈ ഒരു സോണിൽ നിന്നാണ്. കണ്ടോ, ഈ ഒരു സോണിൽ നിന്നാണ് സ്ട്രോങ് പുഷ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് സോൺസും കൺസിഡർ ചെയ്യാം. നമുക്കൊരു ഫസ്റ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഇവിടെ നിന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ, അതിനടുത്തായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ എഗെയിൻ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ വരാനാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണം. സോ ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു വീക്കിലി ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്, മാർക്കറ്റ് ഈ ലോയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി, ഇത് ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണെന്നാണ്. മനസ്സിലായോ? ഈ പറയുന്ന ലോയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വീക്കിലി പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് പുഷ് ചെയ്യേണ്ട ഒരു സോണിലാണ്. പക്ഷേ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഇവിടെ നിന്ന് നോക്കിക്കേ, 1 2 3 ക്യാൻഡിൽസ് ആണ് താഴേക്ക് വന്നിട്ടുള്ളത് അല്ലേ. മേളിലേക്ക് പോകാനോ എത്ര ക്യാൻഡിൽസ് എടുത്തു, 1 2 3 എത്ര വീക്സ് ആണ് ഈ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കറൻ്റ്ലി മാർക്കറ്റ് സ്ട്രെങ്ത്തിൽ ഒരു വീക്ക്നെസ്, മേളിലേക്കുള്ള സ്ട്രെങ്ത്തിൽ ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസിലേക്ക് നമുക്ക് വരുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡെയിലിയിലേക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ ഡെയിലിയിലേക്ക് നമുക്ക് ഇനി അനലൈസ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നൊന്നും പോയി അനലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കണ്ടോ, ഈ ഒരു സോണിലേക്കൊന്നും പോകണ്ട. കാരണം വീക്കിലി നമ്മൾ ഓൾറെഡി 3 ലെവൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പോലെ ഈ ഒരു സോൺ നമുക്ക് ഓൾറെഡി 50% ആണ്. സോ ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുതലുള്ള ഒരു പിക്ചർ മൊത്തത്തിൽ ഡീറ്റെയിൽ ചെയ്ത് നോക്കിയാൽ മതി. കേട്ടോ, ഈ ഒരു പിക്ചർ നമ്മൾ നോക്കിയാൽ മതി. യെസ്, സോ ഇതിനുള്ളിൽ എന്താണ് കറൻ്റ്ലി കണ്ടീഷൻ നമ്മൾ നോക്കിയാൽ മതി. കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇവിടെ മേജറായിട്ടുള്ള ബ്രേക്ക് ഔട്ട്, ഇവിടെ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് മാർക്കറ്റ് നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ, എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. സോ സ്റ്റിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. താഴേക്ക് വീക്കിലി വന്നെങ്കിൽ മാർക്കറ്റ് എന്താണ്, ഡെയിലി എങ്കിലും ബെയറിഷ് ആവണം. ഡെയിലിയും മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ്. സോ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺഫർമേഷൻസ് ആവും. കണ്ടോ, സോ ഇവിടെ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇവിടെയല്ല നടന്നത്. സോ അതുകൊണ്ട് തന്നെ അടുത്തൊരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിനെ നമുക്ക് അടുത്തൊരു ഡിമാൻഡ് സോണായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു ബൈയിങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്യും? ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. കണ്ടോ, ഇവിടെ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എത്ര 1 ടൈം ടെസ്റ്റ് ചെയ്തു, 2nd ടൈം ടെസ്റ്റ് ചെയ്തു, 3rd ടൈം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 4th ടൈം വേണമെങ്കിൽ മേ ബി 3rd ടൈമൊക്കെ മേ ബി ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റീസ് ആണ് താഴേക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടം വരെ വരാനുള്ളൊരു റീസൺ ഉണ്ട്. വീക്കിലി ടൈം ഫ്രെയിമിൽ ഇവിടെ വരെ വരാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് 1 അവർ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൗൺ സൈഡിലേക്ക് നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സോണിൽ താഴേക്ക് പോകുകയാണെങ്കിൽ. അപ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കിയിട്ട് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം അതിൻ്റെ ഇക്വിലിബ്രിയത്തിലും താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, വീക്കിലി പ്ലാൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നു, ഒന്നെങ്കിൽ ഈ ഒരു ഡിമാൻഡിൽ വന്നിട്ട് എഗെയിൻ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു സോണിലേക്ക്
വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്നൊരു സോണാണ്. ചിലപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അഗ്രസീവ്നെസ് പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നാവാം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു സോണാണ്. ഈ സോണിൽ നല്ലൊരു അഗ്രഷൻ മാർക്കറ്റ് തരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹൈനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതാണ് ചോദ്യം. ഇൻ കേസ് അത് വീക്കിലി പ്ലാനിലേക്ക് വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീക്കിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാം. എത്ര പെർസെൻറ്റേജ് മൊമെൻ്റാണ് മാർക്കറ്റ് വീക്കിലിയിൽ നിന്ന് മുകളിലേക്കുള്ളത്, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഏകദേശം മാർക്കറ്റ് 12% ആണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. കോൾ ഓപ്ഷൻ മേടിക്കാന്നായിരിക്കും കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ നിങ്ങളെ പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് എന്തിൻ്റെ ബേസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെറുതെ അതിൻ്റെ അകത്ത് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ മാത്രമാണോ, കോൺട്രാക്റ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് മാത്രമാണ് ഇതിലുള്ളത്? അല്ല, ഇതിൽ പ്രോപ്പറായിട്ട് സ്റ്റോക്കുകളും കൂടി ഉണ്ടല്ലേ, ബാങ്കിങ് സ്റ്റോക്സ് കൂടെ അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ഇവിടെ വന്ന് നമുക്കൊരു കൺഫർമേഷൻ തരുന്ന സമയത്ത് ആ ദിവസത്തിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വിങ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ HDFCക്ക് വളരെ ചീപ്പ് പ്രൈസിലേക്ക് വന്നുകൊണ്ടിരിക്കാം. സോ ഇനിയും മാർക്കറ്റ് എങ്ങനെയാണ് കണ്ടീഷൻ ഉള്ളത് നമുക്ക് മുമ്പോട്ടും പറയാം. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാവുന്നതാണ്. ഈ പറയുന്ന സോണിൽ നിങ്ങൾക്ക് അവിടെ സ്വിംഗ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. വളരെ ഡിസ്കൗണ്ടിലാണ് മാർക്കറ്റ് പ്രൈസ്. ഇതിലും താഴേക്ക് മാർക്കറ്റ് വീഴേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മേജറായിട്ടുള്ള സോൺസാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നല്ലൊരു റിട്ടേൺ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റോക്സിലും അതേപോലെയുള്ള പെർഫോമൻസ് ഇൻഡെക്സ് ഈ പറയുന്ന 12% മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്സിലും ഈ മൂവ്മെൻറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ വെയിറ്റേജ് സ്റ്റോക്സ് കേട്ടോ, വെറുതെ വന്ന എല്ലാ സ്റ്റോക്സും അല്ല. HDFC, ആക്സിസ്, ICC, കോട്ടക്, ഇൻഡസ്ഇൻഡ് ഇതേപോലെയുള്ള ബാങ്കുകളെ നമുക്ക് നോക്കിയിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് നിങ്ങൾക്ക് നോക്കാനായിട്ട് സ്വിംഗ് ട്രേഡിലേക്കൊക്കെ. ഓക്കെ, സോ അവിടെ നമുക്ക് ഇവിടുത്തെ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് പോകാം. നമുക്ക് ആ ഒരു ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ നോക്കാം. സോ ഇത് മൈൻഡ് സെറ്റിൽ നിങ്ങളുടെ ഉണ്ടാവട്ടെ. സോ ഇപ്പോൾ ഒരിക്കലും സ്വിങ്ങിന് പറ്റുന്നൊരു ടൈമല്ല, കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോവാണ്. സോ നിങ്ങൾ പാനിക് ആവേണ്ട, സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പാനിക് ആവേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളെ ഫ്യൂച്ചേഴ്സൊക്കെ ഷോർട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്യുക. ഈ ഒരു ടൈമിൽ മാർക്കറ്റ് എഗെയിൻ ഇവിടെ നിന്ന് താഴെ വന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, എഗെയിൻ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി ഒരു 6% താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്താൽ അപ്പോൾ 6% വരുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോക്സുകളും താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളുകൾക്ക് അവിടെ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് ഫ്യൂച്ചറിന് നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസ്കിനെ ഇവിടെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മാനേജ് ചെയ്യുക. സോ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ എക്സിറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ റിസ്ക് ഇത്രയും മാനേജ് ആയി. സോ ഇവിടെ നിന്ന് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുക മേളിലേക്ക്. ആ സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടിയിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് എടുത്ത് ഇവിടെ ആഡ് ഓൺ ചെയ്യുക. സോ ഇതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. സോ എഗെയിൻ നല്ലൊരു റാലി മാർക്കറ്റ് തരാണ്. ഇപ്പോൾ ന്യൂസ് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. സോ നല്ലൊരു റിസൾട്ടാണ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം വരാം. സോ അത് ഒരിക്കലും മിസ്സാക്കേണ്ട, 5 ഇയറിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് നമ്മളുടെ വീക്കിലി ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെയും കോർഡിനേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കോർഡിനേഷൻ ട്രേഡ്സ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കുകളാണ്. നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സ് കൂടിയാണ്. സോ നമുക്ക് ഇതേപോലെ തന്നെ ഡെയിലി വീക്കിലി 2 ടൈം ഫ്രെയിം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഡെയിലി വീക്കിലി നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയുന്ന പോലെയല്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയണത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിനി സ്റ്റോക്സിലേക്കൊന്ന് പോവാം. ഏതൊക്കെ സ്റ്റോക്സ് ഞാനിപ്പോൾ കൂടുതലും വാച്ച് ചെയ്യുന്നത്, സോ 4 സ്റ്റോക്സാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്, ബാങ്ക് സ്റ്റോക്സുകൾ. ഒന്ന് HDFC, അതേപോലെ ICIC, ആക്സിസ്, കോട്ടക്. ഈ ഒരു ഇത്ര സ്റ്റോക്സാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ HDFCയുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. HDFC അറിയാൻ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് HDFC. സോ HDFCയുടെ കണ്ടീഷനിൽ നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. പക്ഷെ മന്ത്ലിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം HDFC എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു ന്യൂസിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. സോ എഗെയിൻ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം. സോ ഇവിടെ കൺസിഡർ ചെയ്യാനാണെങ്കിൽ, ഇവിടെ നോക്കാനാണെങ്കിൽ ഇതൊരു സിംഗിൾ മൂവ്മെൻ്റ് ആണ്. സോ അതിനുശേഷം ഇതാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഒരു റേഞ്ചാണ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി. മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനൊരു സ്ട്രെങ്ത് ഇല്ല. ഇവിടെ കംപ്ലീറ്റ്ലി ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മന്ത്ലിയിൽ നമുക്ക് നേരെ വീക്കിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ HDFC ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യരുത്, നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു പ്ലാൻ നോക്കിയിട്ട് വേണം. കാരണം ഇത് കണ്ടോ,
HDFCയുടെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി ബ്രേക്ക് ഔട്ട് തന്നു നിൽക്കുകയാണ്. സോ ഇവിടെ അഗെയിൻ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറും തന്നിട്ടുണ്ട്. കണ്ടോ, ഈ ലോയിനെ മാർക്കറ്റ് കട്ട് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഓൾറെഡി വന്നിട്ട് അഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഹയർ ലോയിലേക്ക് വന്ന് എഗെയിൻ ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് എന്ത് സംഭവിച്ചത്? പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. എന്നിട്ട് മാർക്കറ്റ് ചെയ്തത് കണ്ടോ, പ്രോപ്പറായിട്ട് ഇവിടെ മാർക്കറ്റ് കൺഫർമേഷൻ തന്നു ബെയറിഷാണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് അതിനെ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. എഗെയിൻ മാർക്കറ്റ് അപ്പോൾ മേളിലേക്ക് വരുന്തോറും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മാർക്കറ്റ് ഇവിടെ നിന്ന് വീഴാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഇൻറ്റേർണലി മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് മേജർ ഹൈയും ലോയും. ഇൻറ്റേർണൽ സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? സിമ്പിളായിട്ട് മാർക്കറ്റ് അവിടെ നിന്നൊരു അഗ്രസീവ് ആയിട്ടുള്ള സെൽ ഓഫ് വന്നു. സോ ഇപ്പോൾ കറണ്ട്ലി നോക്കിക്കഴിഞ്ഞാൽ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യാണ്. കറണ്ട്ലി ഇവിടെ വെച്ച് തന്നെ ഡൗൺ ട്രെൻഡിലാണ്. വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ ഓഫ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പോസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ ഒരു സോൺ വരെ നമുക്ക് പോസിബിളാണ് മാർക്കറ്റ് വരാനായിട്ട്. കാരണം ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം നമുക്ക് ഇവിടെ നിന്നാണ് മാർക്കറ്റ് അതിന് ഈ ഒരു പുഷിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് 2 സോൺസാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ഒന്ന് നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു കേസും. സോ സെക്കൻഡ് വൺ ഈ ഒരു സോണാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഓൾറെഡി മാർക്കറ്റ് ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടെസ്റ്റ് മാർക്കറ്റ് തന്നിട്ട് താഴേക്ക് വരികയാണ്. സോ എപ്പോഴും മാർക്കറ്റ് തേർഡ് ടെസ്റ്റ് ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഫോർത്ത് ടെസ്റ്റ് ബ്രേക്ക് ഔട്ടാണ് മാർക്കറ്റ് പോസിബിലിറ്റി. മേളിലേക്ക് പുഷ് ചെയ്തിട്ട് സ്ട്രെങ്ത് ഇല്ല. സോ ഇവിടെ നിന്ന് ഇന്ത്യയാണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിലേ ഈ ബ്രേക്ക് ഔട്ട് കണ്ടോ, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള കറക്റ്റ് 50 ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. സോ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ പ്ലാനിലേക്ക് ഞാൻ വരുമ്പോൾ അവിടെ നിങ്ങൾ ഫ്യൂച്ചേഴ്സൊക്കെ ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോസ്, ഇൻവെസ്റ്റേഴ്സിന് നിങ്ങളുടെ ലോസിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാനുള്ളൊരു പ്ലാൻ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലിയിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. ഓക്കെ, കണ്ടപ്പോൾ ഡെയിലിയിലേക്ക് നമ്മൾ വന്നു. ഡെയിലിയിൽ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സിറ്റുവേഷൻ? ഓക്കെ, ഇവിടെ മുതൽ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. സോ അഗെയിൻ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് അല്ലേ? സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നതിന് ശേഷം ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു ചോക്ക് മാർക്കറ്റ് തന്നു. അപ്പോൾ ഇവിടെയാണ് സോണുള്ളത്. സോ ഇത് ഒറ്റ പുഷിൽ നിൽക്കുകയാണ്. കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു അഗ്രസീവ്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ടാർഗറ്റ് സോൺസാണ് താഴേക്കുള്ളത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 സോൺസ് ടാർഗറ്റ് ചെയ്ത് താഴേക്കായിരിക്കും നമുക്ക് വരിക. സോ നമ്മൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഡെയിലിയും അതേപോലെ വീക്കിലിയും ഏകദേശം HDFCയും ഡൗൺ സൈഡിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്താ? ഡിമാൻഡ് 50 മിറ്റിഗേഷൻ സോണിൽ നിന്ന് കറക്റ്റ് ഡിമാൻഡിലാണ്. സോ ഇവിടെയും ഡിമാൻഡിലാണ്, ബൈയിങ് സോണിലാണ്. സോ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റീൻ പുഷ് ചെയ്യാൻ, താഴേക്ക് ഡൗൺ സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് HDFC അനുകൂലമായിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ. ഇവിടെ എല്ലാവരും നോക്കിയിട്ട് വേണം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ. ചാടി കയറിയിട്ട് ഇവിടെ വരുന്ന സമയത്ത് ബൈ സോൺ ആണെന്ന് പറഞ്ഞ് നോക്കേണ്ട. കാരണം ലിക്വിഡിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ കണക്ട് ചെയ്ത് വേണം ചെയ്യാൻ. സോ ഇവിടുന്ന് ബൈയിങ് റിവേഴ്സിൽ കിട്ടിയാൽ നമുക്ക് മുകളിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാം ഷോർട്ട് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമിൽ കേട്ടോ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിലും ഡെയിലി നമ്മളിപ്പോൾ HDFC നോക്കി. HDFC നമ്മളുടെ പ്ലാനിലേക്ക് എന്തായാലും കണക്റ്റഡ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഈ ഒരു സോണിൽ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് എടുക്കുക, നിങ്ങളത് ഷോർട്ട് ചെയ്യാനുള്ള പ്ലാൻ നോക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളുകൾ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ലോസസ് വരുമ്പോൾ നിങ്ങൾ താഴെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഹെഡ്ജ് ആവും, മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടം, ഓവർ ലോസ് ഉണ്ടാവില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ താഴെ എത്തുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടില്ലേ, എഗെയിൻ നിങ്ങൾക്ക് മേളിലേക്ക് പ്ലാൻ ചെയ്യാം. സോ ആ സമയത്ത് എന്താണ്, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അവിടെ നിന്ന് എടുക്കാനും വേണ്ടി നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. ഈ ഒരു ഹൈയിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ഒരു പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എഗെയിൻ ഈ ഒരു സോണിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് പുഷ് ചെയ്യാം, മനസ്സിലാവും. സോ 2 കണ്ടീഷൻസ് ഉണ്ട്. സോ ഇതും മാർക്കറ്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് സോണാണ്. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഈ ഒരു ഇവിടുത്തെ ഒരു ഇംബാലൻസ്, പിന്നെ ഈ ഒരു ഇൻഎഫിഷ്യൻസി, ഈ ഒരു 2 കേസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ബൈങ് സോണായിട്ട്. സോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്തായാലും ഇത് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, ഫൈൻ.
അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന ആക്സസിൻ്റെ കണ്ടീഷൻ നോക്കിയാലും നമുക്ക് വീക്കിലി അതേപോലെ കണ്ടോ, വീക്കിലി മാർക്കറ്റ് എന്താണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഡിമാൻഡ് ആക്സസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ആക്സസ് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നല്ല റിജക്ഷൻ ക്യാൻഡലുണ്ട്. ബാങ്ക് നിഫ്റ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ സെയിം കണ്ടീഷനിലാണ് ആക്സസ് നിൽക്കുന്നത്. ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് ആക്സസ് എവിടെ വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ പറയുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക, മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുണ്ട്. സോ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇനിയും മാർക്കറ്റ് താഴേക്ക് പോകാനാണെങ്കിൽ ആക്സസിൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നോക്കാനാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഒരു 10% വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ 2.4% എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കുക അതിൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഇനി താഴേക്ക് ഇത് വരാനുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ മാർക്കറ്റിൽ ഇൻഡെക്സിലേക്ക് നോക്കുമ്പോൾ അതും നമ്മൾ പറഞ്ഞ പ്ലാനായിട്ട് കണക്റ്റഡ് ആണ്. സോ പിന്നെയുള്ളത് കോട്ടക്കാണ്. കോട്ടക്കിൽ നമ്മൾ വീക്കിലിയിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സോൺ, മേജറായിട്ടൊരു സപ്പോർട്ട് സോൺ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൂടിയായിരുന്നു. കണ്ടോ, നോക്കിക്കേ. സോ വീക്കിലി ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. സോ ബ്രേക്ക് ഔട്ട് തന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ലോ ആയിരുന്നു മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ഹൈയിലേക്ക് വന്നുകൊണ്ട്. സോ അതിനെ ശരിക്കും പറഞ്ഞാൽ കോട്ടക്ക് ബ്രേക്ക് ചെയ്തു. കോട്ടക്കിൻ്റെ കണ്ടീഷനിൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബെയറിഷ് വീക്കിലി ബെയറിഷായി. അപ്പോൾ ഇങ്ങനെ വീക്കിലി ബെയറിഷ് ആകുമ്പോൾ നമ്മൾ മന്ത്ലിയിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. കണ്ടോ, അപ്പോൾ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്. കണ്ടോ, യെസ്, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് വന്നത്. സോ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് നിൽക്കുന്ന ഒരു സോൺ തന്നെയാണ്. അവിടെ നിന്ന് മാർക്കറ്റ് എഗെയിൻ പുഷ് ചെയ്ത് ഇവിടം വരെ വന്നു. പക്ഷെ ഇവിടെ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ സിമ്പിളായിട്ട് സ്ട്രോങ് ബൈയിങ് മാർക്കറ്റ്, ഈ 2 ക്യാൻഡിൽ സ്ട്രോങ് ആണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു വീക്ക് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബൈയിങ് ഇത് ഇവിടെ നോക്കാം. കണ്ടോ, ഇവിടെ ഒരു സോണുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, വേണമെങ്കിൽ വീക്കിലി പ്ലാൻ ബേസ് ചെയ്ത് വീക്കിലി വേണമെങ്കിൽ ഇനി ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് ഈ പറയുന്ന കോട്ടക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നോർമലി നോക്കുമ്പോൾ എന്താ ബൈയിങ് ഉണ്ട് ഈ ഒരു സോണിൽ നിന്ന്. കണ്ടോ, നമ്മൾ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് വീക്കിലിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇമ്പൾസീവ് മൂവിന് മുമ്പ് നമുക്ക് ഈ ഒരു സോൺ വീക്കിലിയിൽ എടുക്കാം കേട്ടോ. ഈ ഒരു സോൺ വീക്കിലി കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. ഇതൊക്കെ മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളതല്ല. സോ ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കോട്ടക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ സമയമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലോസിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന 2 സോണുകളിലേക്ക് മാർക്കറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ മൈൻഡ് സെറ്റ് കണ്ടോ, ഏകദേശം ഒരു 24 അല്ലെങ്കിൽ ഒരു 14 അത്രയൊക്കെ മാർക്കറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ ഇലക്ഷന് മുമ്പ് ഒരു കറക്ഷൻ മാർക്കറ്റ് തരുന്നൊരു കാര്യമാണ്. സോ അത് അഗ്രസീവാണ്, തിരിച്ചു പോകുന്നത് അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മാർക്കറ്റ് വീണാലും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അതിനെ റിസ്ക് മാനേജ് ചെയ്യാൻ നോക്കുക. ഈ പറയുന്ന പ്രോപ്പറായിട്ട് ഞാൻ പറയണേ, ഈ ഫ്യൂച്ചറൊക്കെ എടുത്ത് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന് ലിമിറ്റ് ചെയ്ത് അവിടെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക എപ്പോഴും. ഓക്കെ, അത് ഞാൻ പറയുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്തിട്ടാണ്. സോ ഇത്രേ ഉള്ളൂ നമ്മളുടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്കും കൂടെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ആദ്യം ഒരു ഹയർ ടൈം ഫ്രെയിം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഇതൊന്ന് ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലാണ് ഷോർട്ട് ടൈം ഫ്രെയിം മനസ്സിലാവുള്ളൂ. ഹൈ ടൈം ഫ്രെയിം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സ്മോൾ ടൈം ഫ്രെയിമിൽ പെട്ടെന്ന് പറ്റില്ല, കുറച്ച് ടൈം എടുത്തേ പറ്റുള്ളൂ. സോ ആക്സിസും അതേപോലെ നല്ലൊരു ICICI നല്ലൊരു ഇതിൽ നിൽക്കാം കേട്ടോ. ICICI നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. യെസ്, ICICI ക്ലിയർ സ്ട്രക്ചറാണ്, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പക്ക സ്ട്രക്ചറിൽ നിൽക്കാം. ബ്രേക്ക് ചെയ്തിട്ട് കറക്റ്റ് 50% നിൽക്കാം. അപ്പോൾ ഇവിടെയും ബ്രേക്ക് ഔട്ട് വന്നു കണ്ടോ, 50 നിന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇതിൻ്റെ സ്മോളർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഈ വരുന്ന ഡയറക്ഷൻ ഇവിടെ വന്ന് അല്ലേ, ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഡേ പ്ലാൻ ആട്ടോ നമ്മൾ പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ എല്ലാവരും നോക്കുക, ഇതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻസ് കാര്യങ്ങൾ കേട്ടോ, വീക്കിലി അതേപോലെ ഡെയിലി പ്ലാൻസ് കാര്യങ്ങൾ ഇതാണ്. എല്ലാവരും നെക്സ്റ്റ് വീക്കിലേക്ക് ഈ ഒരു പ്ലാനിലേക്ക് നോക്കുക. ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇത് കോർഡിനേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി കോർഡിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇനി അതിലേക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും, ഓൾറെഡി കുറച്ച് ലെങ്തി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ വീക്കിൻ്റെ PNL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ PNL കാണുക എന്നുള്ളത്. വേറൊന്നുമല്ല ഞാനിത് കാണിക്കുന്നത്, കഴിഞ്ഞ വീക്കിൽ നമ്മൾ എന്താണ് നമ്മൾ 2000 റുപ്പീസ് നമ്മളവിടെ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ. ഈ പ്രോഫിറ്റ് സംഭവം കാണിച്ചിട്ട് ഇത്ര എമൗണ്ട് വെച്ച് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം അതല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഒരു വൺ വീക്കിൻ്റെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിയിട്ടുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു 1 വീക്കിൻ്റെ റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ട കാര്യമാണ്, നമ്മളിപ്പോൾ മൺഡേ 6th നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്, നമ്മളുടെ പ്ലാൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്. സോ ഫ്രൈഡേ ആണ് ഡേറ്റ് ഉള്ളത് അല്ലേ, 6 തൊട്ട് 10 വരെ. സോ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഓപ്ഷനിൽ എന്താണ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചാർജസും ടാക്സും കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം 700 റുപ്പീസ് മാത്രമാണ് നമുക്കിവിടെ ബ്രോക്കറേജ് എന്ന് പറയുന്ന കാര്യം വന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളധികം ഓവർ ട്രേഡ്സോ കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ പ്ലാനിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 26,900 നമുക്ക് പ്രോഫിറ്റ് ഇതിൽ നെറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഡേ ബൈ ഡേ നോക്കി നിങ്ങൾക്ക് അറിയാം, കണ്ടോ ഫസ്റ്റ് ഡേ നമ്മൾ ഏകദേശം 15,000 നമ്മൾ ഓപ്ഷൻസിൽ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഡേ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 7,000 റുപ്പീസ് 7,400 റുപ്പീസാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ സെക്ഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രീവിയസ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ട്രേഡ് പ്ലാൻസും എല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് 2,200 ആണ്. 2020 ആണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം പിന്നെ ലോസ് ബുക്ക് ചെയ്തിട്ട് 2,256 ആണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ ലാസ്റ്റ് ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏകദേശം 9,400 ആണ് ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് മൺഡേ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് പ്ലാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ, 2 നല്ല എൻട്രീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേയിൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. തേർഡ് ഡേ നമ്മൾ നല്ലൊരു എൻട്രി മിസ്സായി, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് റിസ്ക് റിവാർഡിൽ നമുക്ക് നല്ലൊരു ട്രേഡ് അവിടെ മിസ്സായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. പക്ഷേ സെക്കൻഡ് ട്രേഡ് നമുക്ക് എന്താ ലോസ് ആയിരുന്നു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സോ ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു ലെസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. മനസ്സിലായോ? റിസ്ക് മാനേജ് ചെയ്തതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്നൊരു പ്രോഫിറ്റ് എന്ത് ചെയ്യും, അതവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവില്ല. മനസ്സിലാവും? അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും. അതെന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അതൊന്ന് ഫോളോ ചെയ്തൊരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് നിങ്ങൾ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റായിട്ട് പറയണം കേട്ടോ, എന്നാലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രീവിയസ് കിട്ടിയിട്ടുള്ളത്. സോ അടുത്ത വീക്കിൽ കണ്ടീഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ ക്വാർട്ടർലി ഇനി എല്ലാ വെരിഫൈഡ് ആയിട്ടുള്ള PNLs കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ട്രേഡ് സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കോർഡിനേഷൻ, ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള കോർഡിനേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് സ്റ്റോക്കുകളായിട്ട് എങ്ങനെ കോർഡിനേഷൻ നോക്കാമെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഒപ്പം 1 by 1 ആയിട്ട് നമുക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്ത് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എങ്ങനെയാണോ എൻ്റെ ക്യാപിറ്റലിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണോ എൻ്റെ റിസ്കിനെ മാനേജ് ചെയ്യുന്നത്, അതാണ് നമ്മൾ അതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്ക്. സോ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ സ്ലോട്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. സോ നമ്മളുടെ നെക്സ്റ്റ് നാളത്തേക്കുള്ള ഒരു പ്ലാൻ നോക്കാം. നമുക്ക് 1 ഹവറിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം. കറൻ്റ്ലി 1 ഹവർ നോക്കുകയാണെങ്കിൽ ഈ സോൺ നിങ്ങൾ മറക്കണ്ട കേട്ടോ, റിവേഴ്സൽ പോസിബിലിറ്റി ഉള്ളൊരു സോൺ തന്നെയാണ്. 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു പുഷ് വന്നിട്ടുണ്ട്. സോ അവിടെ നിന്നൊരു ഒരു പുൾ ബാക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു സോണിൽ നിന്ന്. സോ നമുക്ക് 1 ഹവറിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. എഗെയിൻ ഇവിടെ നിന്നാണ് മാർക്കറ്റ് കറൻ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. സോ 1 ഹവറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട്. നമ്മളെ മെയിനായിട്ടുള്ള സപ്ലൈ ഈ ഒരു വിക്ക് തന്നെയാണ് നമുക്ക് സപ്ലൈ ആയിട്ട് 1 ഹവറിൽ കൺസിഡർ ചെയ്യാനുള്ളത്. നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ കൺസിഡർ ചെയ്യാനുള്ളത്. ഇപ്പോൾ 1 ഹവറിൻ്റെ പ്ലാനിൽ 50 മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാർക്കറ്റ് ഓൾറെഡി താഴേക്ക് വന്നു അല്ലേ, അങ്ങനെ നിൽക്കുകയാണ്. സോ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല.
സോ ഈ ഒരു സോണിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ അവിടെ ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല കേട്ടോ 15 മിനിറ്റ്. സോ ഇത് കോർഡിനേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ നമ്മുടെ 15 മിനിറ്റിൽ ഇവിടെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 15 മിനിറ്റ് തന്നെ അല്ലേ, ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻഡെക്സ് ഇതിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതൊരു 15 മിനിറ്റിൻ്റെ സോണായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. എഗെയിൻ ഈ പറയുന്ന സോണിനെ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ ഫ്യൂച്ചറാണ് കൺഫർമേഷൻ എടുക്കുക, കണ്ടോ. സോ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഓൾറെഡി ചെയ്യാനുള്ള പകുതി ചെയ്തു, ഞാനിത് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളൂ. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓൾറെഡി വന്നു, 50 മിറ്റിഗേറ്റ് ചെയ്തു, താഴേക്ക് വന്നു, കണ്ടോ. അപ്പോൾ ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ്, ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, വേറെ ഒന്നുമില്ല. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫർമേഷൻ എടുക്കുക, കയറുക, താഴേക്ക് പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിലേക്കാണ് നിങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യേണ്ടത്. മനസ്സിലാവും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലുള്ള ഒരു സിനാരിയോ ആണ് ഇപ്പോൾ നമ്മൾ പറയണത്. 3 കണ്ടീഷനാണ്, ഗ്യാപ്പ് ഡൗൺ, ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അത് പറഞ്ഞുതരാം. ആദ്യം ഗ്യാപ്പ് അപ്പ് ആണെങ്കിലുള്ള സിനാരിയോ, ഈ ലോ പിടിക്കുക. സോ ഇങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് താഴേക്ക്, പക്ഷെ നിങ്ങളത് നോക്കണ്ട. മാർക്കറ്റ് തന്നിട്ടുള്ള ലോയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ ഗ്യാപ്പ് അപ്പ് വന്നിട്ടുള്ള കണ്ടീഷൻ, നിങ്ങൾക്ക് ഇതാണ് നോക്കാനുള്ളത്. ഇനി മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്, ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഈ കാര്യം, ഈ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാർക്കറ്റ് വന്നു, എഗെയിൻ അവിടെ നിന്ന് വരാൻ പാടില്ല എന്ന് യാതൊരു നിർബന്ധമില്ല. മാർക്കറ്റ് എഗെയിൻ ഈ ഇക്വിലിബ്രിയത്തിൽ തന്നെ തിരിച്ച് താഴേക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ പ്ലാൻ പ്രകാരം മാർക്കറ്റ് എഗെയിൻ താഴേക്ക് ഇവിടെ നിന്ന് പോവാം. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് എഗെയിൻ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് പയ്യെ ഇങ്ങോട്ട് വരുന്നൊരു കാര്യം കാണുന്നുണ്ടെങ്കിൽ സെയിം കണ്ടീഷൻ. ബ്രേക്ക് ഔട്ട് റേറ്റ്സ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ ഹൈനെ കട്ട് ചെയ്ത് മേളിലേക്ക് പോകുന്ന കാണുമ്പോൾ ചെറിയ ബ്രേക്ക് ഔട്ട് സ്കാൽപ്പിങ് നോക്കാം. സോ ഇവിടെ വന്ന സമയത്ത് സ്റ്റിൽ ഇവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് നിങ്ങൾക്ക് നോക്കാം. ഇനി ഇവിടെ വരുമ്പോൾ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലെങ്കിലോ, സ്റ്റിൽ മേളിലേക്ക് പോയാൽ നിങ്ങൾ ട്രേഡ് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ എഗെയിൻ മാർക്കറ്റ് ഇങ്ങനെ പോയി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന സപ്ലൈയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ, അവിടെയും നമുക്ക് ഈ പറയുന്ന കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡായിരിക്കും നിങ്ങൾക്ക് താഴേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ താഴേക്ക് ഇവിടെ നിന്ന് വീഴുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഏകദേശം എത്ര പോയിൻറ്റ്സാണ്, ഏകദേശം ഒരു 500 പോയിൻറ്റ്സ് മാർക്കറ്റ് വീഴാവുന്നതാണ് ഈ ഒരു സോണിലാണെങ്കിൽ കേട്ടോ. അപ്പോൾ മേളിലേക്കുള്ള ട്രേഡ്സൊക്കെ നോക്കിയെടുക്കുക, ബ്രേക്ക് ഔട്ട് ട്രേഡ്സൊക്കെ നിങ്ങൾ നോക്കി കയറാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇനിയുള്ള കണ്ടീഷൻ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഓൾറെഡി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 15 മിനിറ്റിൻ്റെ സോൺ കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യം മറക്കണ്ട, ഇങ്ങോട്ടേക്ക് വരും, കണ്ടോ. സോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും. അടുത്ത കീ ലെവലായിട്ട് നമുക്ക് എടുക്കാം 47,000 എന്നുള്ള സോണിലാണ്. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്നെങ്കിൽ അഗ്രസീവായിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരും. സോ അങ്ങനെയാണ് ട്രേഡ് ഒഴിവാക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ഇതേപോലെ തരും. സോ അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം നമ്മുടെ 15 മിനിറ്റിൻ്റെ നെക്സ്റ്റ് പ്ലാൻ നോക്കാം, കണ്ടോ. ഈ ഒരു സോണിൽ നിന്നും ഈ ഒരു 50% ടു ഡൗൺ സൈഡിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സോണൊക്കെ മാറി ഇങ്ങോട്ടേക്ക് വരും. അതൊക്കെ ആ സമയത്ത് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ ചാനലിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ച് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് കണ്ടീഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള 2 ലെവൽസാണ് നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, ഈ 2 ലെവൽസ്. സോ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നിങ്ങൾ സ്കാൽപ്പ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, മനസ്സിലാവും. ഇനി ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഈ ഒരു സോണല്ല, അതിൻ്റെ 50% നോക്കുക. പക്ഷെ ഇവിടെയാണെങ്കിലോ ഈ 1 അവറിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു എക്സിക്യൂഷൻ പ്ലാൻ നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, ഓവർ ട്രേഡൊക്കെ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അടുത്ത വീക്കിൽ നല്ലൊരു പ്ലാൻ കിട്ടട്ടെ. എന്തായാലും നമുക്ക് ഷോർട്ട് ടൈം ഫ്രെയിമിൽ പ്ലാൻസ് കാര്യങ്ങളൊക്കെ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. സോ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.